സഹിക്കാൻ എനിക്ക് ഇത്ര താങ്ങാൻ പറ്റാത്ത വന്നപ്പോ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ ഞാൻ ആ സമയം ഞാൻ ഓർത്തു. പിന്നെ എന്റെ മക്കൾ ഓർത്തപ്പം സമാനതകളില്ലാത്ത ക്രൂരതയാണ് ബിന്ദു എന്ന സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. നമ്മോട് കൂടി ചേരുകയാണ് ചേച്ചി. അത് അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു, ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും മോശമായിട്ട് തന്നെയല്ലേ പെരുമാറിയത്? മോശം, വളരെ വളരെ മോശമായി. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്, ഈ പോലീസുകാരനാണ് എന്നോട് ഭയങ്കരമായിട്ട് തന്നെ മെന്റലി ടോർച്ചർ ചെയ്ത അദ്ദേഹമാണ്. മെന്റലാവുമായിരുന്നു, ഇപ്പൊ ആണെങ്കിൽ മെന്റലാവുമായിരുന്നു. എനിക്ക് സഹിക്കാൻ എനിക്ക് ഇത്ര താങ്ങാൻ പറ്റാത്ത വന്നപ്പോ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ ഞാൻ ആ സമയം ഞാൻ ഓർത്തു. പിന്നെ എന്റെ മക്കൾ ഓർത്തപ്പം അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഈ വെള്ളം ചോദിച്ചപ്പോ എന്താണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്? ബാത്റൂമിൽ പോയി, ബാത്റൂമിൽ ബക്കറ്റുണ്ട്, പോയി നോക്കാം. ഞാൻ ബാത്റൂമിൽ പോയി, പക്ഷെ ഞാൻ കുടിച്ചില്ല, തിരിച്ചിങ്ങ് വന്നിരുന്നു. വനിതാ ഉദ്യോഗസ്ഥർ മോശമായിട്ടാണോ പെരുമാറിയത്? ആദ്യം നല്ല നായമായിരുന്നു, മാല കൊടടി എന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ വേറെ അങ്ങനെ ചീത്തയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, വനിതയുടെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, ചീത്തയും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ചീത്തയൊക്കെ പറഞ്ഞത് ഈ 3 പേരാണ് കൂടുതലായിട്ട് തന്നെ മാനസികമായ വലിയ പീഡനമായിരുന്നു അല്ലേ? എനിക്ക് താങ്ങുന്നില്ല, അപ്പുറമായി താങ്ങാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞാൽ അതിനെന്ത് ചെയ്യും? തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു ഞാനല്ല അത് എടുത്തത് എന്ന്. ഞാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ മാല എടുത്തിട്ടില്ല, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ടും അതവർക്ക് അസഭ്യം വല്ലതും പറഞ്ഞു പോലീസുകാർ. ഈ അസഭ്യം ആദ്യം പറഞ്ഞത് ഈ SI ആണ് പറഞ്ഞത്, ചീത്ത പറഞ്ഞു. ഈ വീട്ടുകാര് വന്നതിന് ശേഷം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ? തീരുമാനിക്കുന്നുണ്ട്. അതിന് നേരെ തീരുമാനം ഉടനെ എടുക്കും. വക്കീല് പറഞ്ഞ ഉടനെ നമ്മൾ ഈ കേസ് മുമ്പിലോട്ട് പോകും. അവര് പിന്നെ വിളിക്കുകയോ, ഈ മാല കിട്ടിയതിനു ശേഷം പിന്നെ വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ക്ഷമ ചോദിക്കുകയോ? ഒന്നും ചെയ്തിട്ടില്ല, വിളിച്ചിട്ടുമില്ല. ഇല്ല. ബാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വേണമെന്നല്ലേ ചേച്ചി പറയുന്നത്? ബാക്കി 2 പേരുണ്ട്, മൊത്തം 3 പേരാണ്. ഈ 2 പേരെയും കൂടെ പുറത്താക്കണം. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോഴേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയല്ലേ പരാതി മേടിച്ചത്, അദ്ദേഹം അത് വായിച്ചു നോക്കുകയൊന്നും ചെയ്തില്ല? വായിച്ചു നോക്കിയില്ല. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു മാല മോഷണവുമായ കേസാണെന്ന് പറഞ്ഞു. നമ്മൾ കൊടുത്ത പരാതി എടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടു. പറഞ്ഞ് മാല കാണാതെ പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും, പോലീസ് പിടിക്കും, ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ കൊടുക്കാനായിരിക്കാം അങ്ങനെ പറഞ്ഞത്. കോടതി പോവാൻ പറഞ്ഞു അദ്ദേഹം. കോടതി ഇതൊക്കെ കോടതിയിലാണ് കൊടുക്കേണ്ടത് എന്നേ പറഞ്ഞു. നടപടി എടുക്കുമല്ലോ അന്ന് ഉറപ്പൊന്നും തന്നില്ല? ഒന്നും പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഞാനും വക്കീലുമായി വെളിയിലോട്ട്. വീട്ടുടമയായ ഒരാൾക്കെതിരെ മാത്രമേ പരാതി കൊടുക്കുന്നുള്ളൂ അതോ? അല്ല, അവര് 3 പേരും ഉണ്ട്, അമ്മയും 2 മക്കളും ഉണ്ട്. ഇവരെ ഇളയ മകളെ പേര് എനിക്ക് അറിയത്തില്ല, എന്നാലും ഇവരെ പേര് ഞാൻ കണ്ടുപിടിച്ച് പരാതിയിൽ ഞാൻ വെക്കും. അവര് ഈ ഇത് പരാതി കൊടുക്കുന്നതിന് മുമ്പ് ചേച്ചിയെടുത്ത് വല്ലതും ചോദിക്കാൻ കാണാൻ ചെയ്തോ? ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 19-ാം തീയതി സംസാരിച്ചിട്ടുള്ളല്ലോ, പിന്നെ ഇതൊരു കാര്യം സംസാരിച്ചിട്ടില്ല. ലാസ്റ്റ് പോകുന്ന സമയത്ത് സംസാരിച്ച തന്നെ, അല്ലാതെ ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. നീതി പൂർണ്ണമായും കിട്ടിയെന്ന് ചേച്ചി കരുതുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തതുകൊണ്ട്? ഇല്ല, നീതി പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ഇനി എവർക്കും കൂടെ പരാതി കൊടുത്താൽ മാത്രമേ നീതി പൂർണ്ണമാകൂ. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടി നടപടി എടുത്താൽ മാത്രമേ നീതി കിട്ടൂ എന്നാണ് ബിന്ദു പറയുന്നത്.